ക്രിസ്ത്യാനിറ്റിക്കകത്ത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡീപ്പ് ഡിസയർ ഇട്ടിപ്പോൾ ഇറങ്ങി നിന്നപ്പോൾ ഇങ്ങോട്ട് വരുക കാര്യങ്ങൾ റിവീലായി കിട്ടുക. ഇതിപ്പോൾ അടുത്ത് ഞാൻ ഹൈന്ദവ മതത്തിനകത്തുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡിസയർ ഇട്ട് നിൽക്കുമ്പോൾ ഞാൻ പോയി കുത്തിയിരുന്ന് കണ്ടുപിടിക്കണ്ട, ഞാൻ ഇറങ്ങി നടന്ന ആൾക്കാരുടെ അടുത്ത് പോയി ചെന്ന് എക്സ്പ്ലോർ ചെയ്യണ്ട. അങ്ങനെയുള്ള വ്യക്തികളെ എൻ്റെ അടുക്കിലേക്ക് പ്രപഞ്ചം ആകർഷിച്ച് കൊണ്ടുവരുവാണ്. സോ അവിടെ ഇത് റിവീലാകപ്പെടുകയാണ്. ഞാൻ ശബരിമല പോയല്ലോ, അടുത്ത വർഷം ഞാൻ വീണ്ടും പോകും. അടുത്ത വർഷം മേ ബി ഈ വർഷം അവസാനം ഞാൻ വീണ്ടും പോകും. വീണ്ടും പോകുമ്പോൾ ശബരിമലയ്ക്കകത്തുള്ള ശാസ്ത്രീയ സത്യം എന്താണ് ഞാൻ റിവീൽ ചെയ്തിട്ട് പോകും. ഇന്ന് എനിക്കറിയാം ശബരിമലയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ശബരിമല എന്നുള്ളത് എനിക്കറിയാം. അതൊരു ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്, അതൊരു ബിലീഫ് സിസ്റ്റം അല്ല, അതൊരു മതത്തിൻ്റെ ബാക്കപ്പ് അല്ല. ഇന്നും അങ്ങനെ ആയിപ്പോയതാണ്. അതിൻ്റെ പിന്നിൽ വേറൊരു സത്യമുണ്ട്. ആ സത്യത്തെ കുഴിച്ചിട്ടയ്ക്കുക. അതിൻ്റെ മേളിൽ ചില വ്യക്തികളും ചില സംഘടനകളും വെച്ചിട്ട് എന്ത് ചെയ്യുക, മതത്തെ വളർത്തിക്കൊണ്ടിരിക്കുക. ആ മതം പൊട്ടി താഴെ വീഴണം. അതിൻ്റെ പിന്നിലുള്ള സയൻസ് എമർജായി വീണ്ടും വരണം. അതിന്ന് എനിക്ക് ചില വ്യക്തികളിലൂടെ എനിക്കിന്ന് റിവീലായി കിട്ടി. സോ അടുത്ത് ഞാൻ ശബരിമല പോകുമ്പോൾ ഈ സയൻറ്റിഫിക് എവിഡൻസിനെ വെച്ചിട്ടായിരിക്കും ഞാൻ ശബരിമല പോകുന്നത്. മനസ്സിലായി. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളുടെ പിന്നിലും ഇന്ന് അന്ധവിശ്വാസമായിട്ടും അല്ലെങ്കിൽ കേവലം വിശ്വാസമായിട്ട് നിലനിൽക്കുന്ന പല കാര്യത്തിൻ്റെയും പിന്നിൽ പണ്ടൊരു സയൻസ് ഉണ്ടായിരുന്നു. സോ ഇത് ഡിസയർ ഇട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് എൻ്റെ മുമ്പിൽ വരുന്നത്. ഈ അൺഫോൾഡ് ചെയ്ത് എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാനിത് ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ ഗുണമുണ്ടോ? ഇത് റിവീലാക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഞാനിത് റിവീലാക്കണം. അടുത്ത തലമുറയെങ്കിലും പൊട്ടത്തനത്തിന് വീഴരുത്. ഓക്കെ, ബ്ലൈൻഡ് ബിലീഫ് സിസ്റ്റത്തിൽ വീഴരുത്. സോ ഈ സയൻറ്റിഫിക് റീസൺസിന് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ശബരിമല നിൽക്കുന്നത് ഇന്ന റീസണിന് വേണ്ടിയിട്ടാണ്, ഇന്ന കോസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മറ്റൊരു തരത്തിലല്ല ശബരിമല പോകേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അർച്ചന നടത്തി, വഴിപാട് നടത്തി. ഒരു ഗുണവുമില്ല. മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമല പോയി വഴിപാട് നടത്തിയിട്ട് ഒരു ഗുണവുമില്ല. മറിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോക്ക്, ഗുണമുണ്ട്. അപ്പോൾ ശബരിമല അങ്ങനെ വഴിപാടിടാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമല്ല, അതൊരു മതകേന്ദ്രമല്ല. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമല്ല ശബരിമല. അതിൻ്റെ അകത്ത് പിന്നിൽ വേറൊരു സയൻസാണ്. അപ്പം മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ശബരിമല പോയി വഴിപാടിന് ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അവിടെ കൊണ്ടിട്ടിട്ടും ഒരു കാര്യമില്ല. മറിച്ച് അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നടക്കും. അച്ഛാ ഇത്രയും ചെയ്ത മമ്മൂട്ടിക്കും ശരീരത്തിൻ്റെ ആ ഒരു സംഭവം അച്ഛാ, അദ്ദേഹം ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പം മോഹൻലാലാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വഴിപാടും വിട്ടു. അപ്പോൾ അച്ഛാ ഇത്രയും ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടും അദ്ദേഹമാണെങ്കിൽ എന്തോ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഇതിൽ മിസ്സിംഗ് ആണ്. ആ ഒരു ഒറ്റ ഫാക്ടർ കണ്ടെത്തിയാൽ മതി. ഓക്കെ, അദ്ദേഹത്തിന് ഇത് ഇപ്പം അദ്ദേഹം ഒരുപക്ഷെ മാനിഫെസ്റ്റേഷൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഈ ലോകപരമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നല്ല ആ ഒരു പൊട്ടൻഷ്യൽ ആ ഒരു ഫുള്ളി അത് മാത്രമേ പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്തോ പുള്ളി അതിലോട്ട് ഇറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ സ്പിരിച്വൽ സമയമില്ല മാഷേ, സമയം വേണ്ടേ? ഇത് റിസർച്ച് ചെയ്യാനും ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആകണ്ടേ? അദ്ദേഹം ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ മൈൻഡ് കിടക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയ റോളുകൾ എങ്ങനെ ഉണ്ടാക്കാം, പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, കുറച്ചുകൂടെ ഇനി ബെറ്റർ ആയിട്ടുള്ള അടുത്ത റോൾ എങ്ങനെ ചെയ്യാം, അടുത്ത ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാം, അടുത്ത പുതിയ ഏതൊക്കെ നല്ല കഥകൾ ഇന്നുണ്ട്. പുള്ളിയുടെ മൈൻഡ് മുഴുവൻ ഫിലിം ഇൻഡസ്ട്രിക്കകത്തുള്ള ചിന്തകളില്ല, ബാക്കി സമയം ഫാമിലിക്ക് വേണ്ടിയിട്ടേക്കുവാ. സോ ഇതിനകത്ത് ഈ പറയുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ അന്വേഷിക്കാനും മനസ്സിലാക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്ക് ടൈമില്ല. സോ പുള്ളിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് ഇതിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെൻഷൻ കൊണ്ടുവരണം. സോ അദ്ദേഹത്തിൻ്റെ കരിയർ ഡൗൺ ആവും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിപ്രഭ ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അത്ര കൊടുക്കാൻ പറ്റത്തില്ല. സോ അവിടെയാണ് ഈ ലാക്കിങ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ആശ്രയിക്കുന്നത് ആരാ? ഇങ്ങനെയുള്ള നോളജുള്ള വ്യക്തികളുടെ കോൺട്രിബ്യൂഷനിൽ അദ്ദേഹം ആശ്രയിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹെൽത്തും ബ്യൂട്ടിയും ഒക്കെ അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ മറ്റുള്ളവർ അതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള വ്യക്തിയുമായിട്ട് അദ്ദേഹം ഇതുവരെ ലിങ്ക് ആയിട്ടില്ല. അതാ പ്രശ്നം. യൂണിവേഴ്സിൽ നിന്നും അദ്ദേഹം ഇച്ചിരി മാറിക്കിടക്കുക. ആ ഒരു എലമെന്റ് മിസ്സിംഗ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സക്സസ്ഫുൾ ആവും. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പദ്ധതി എനിക്ക് തോന്നുന്നില്ല. ഫിലിം ഓക്കെ, അദ്ദേഹത്തിന്റെ ഡീപ് ഡിസയർ അനുസരിച്ച് അദ്ദേഹം പോയിക്കോട്ടെ, പക്ഷെ അതിന്റെ കൂടെ അദ്ദേഹത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ലൈഫ് പർപ്പസ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ എന്ന ഡൗട്ടാണ്. ഒരുപക്ഷെ മോഹൻലാലിന് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അത് കുറച്ച് സ്പിരിച്വൽ ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ മമ്മൂട്ടി ഇപ്പോഴും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം കിടക്കുന്നത് മുഴുവൻ ഈ ഒരു ഫിലിം വേൾഡിനകത്ത് അദ്ദേഹം
ഫാമിലിയും ഫിലിം ഇൻഡസ്ട്രി, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അദ്ദേഹവുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ഡിവൈനിറ്റിയെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹം കണക്റ്റായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ബിലീഫ് സിസ്റ്റമായിട്ട് അദ്ദേഹം കണക്റ്റഡ് ആണ്, അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടില്ല. ഇല്ല. അതേസമയം മോഹൻലാൽ ആണെങ്കിൽ അദ്ദേഹത്തിന് സ്പിരിച്വൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, അതിൽ കുറച്ച് അദ്ദേഹം സഞ്ചരിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു തരത്തിൽ അദ്ദേഹത്തിനാണ് ഇന്റർവ്യൂവിനാണ് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ആര് പറഞ്ഞാലും കുഴപ്പമില്ല, ഒറ്റയ്ക്കിരുന്നാലും എനിക്ക് എത്ര നേരം വേണേലും അത് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അദ്ദേഹം കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് എനിക്ക് പല ഡൗട്ടുണ്ട്, അവന് സീക്രട്ട് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പലരും പറയുന്നുണ്ട്. പൃഥ്വിരാജും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഹി നോ സംതിങ്. അതെ, അദ്ദേഹം പറയുന്ന അതേ പ്രവചനമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ പറയുന്ന കാര്യം അതേപടി നടക്കുന്നുണ്ട്. അദ്ദേഹം അത് ഈ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഉറപ്പായിട്ടും. അദ്ദേഹം ഒരുപാട് പക്ഷെ റിവീൽ ചെയ്യത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അതൊക്കെ സീക്രസിയിൽ തന്നെ വെക്കേണ്ട കാര്യം. അത് റിവീൽ ചെയ്താലും പബ്ലിക്കിന് ഇതൊന്നും പൊട്ടത്തനായിട്ട് തോന്നുന്നു. അതെ, പബ്ലിക്കിന് എപ്പോഴും ഒരു ഇതുപോലുള്ള സംഭവം കാര്യമില്ല.